പാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിവിടെ ഒരു ഗെയിമിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ PVC പൈപ്പ് വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സൈക്കിളുടെ ഒക്കെ ചെന്നാൽ അതുപോലത്തെ ഒരു റിമ്മ് കിട്ടും, അത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് നമ്മളിവിടെ ഇൻഡിക്കേറ്റർ ഇടാനും നമുക്ക് ഹോൺ ഇടാനൊക്കെ വയർ ഇതിൻ്റെ അതുകൂടിയെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സംഭവമുണ്ട്, അപ്പോൾ അത് ഞെക്കി കഴിഞ്ഞാലാണ് നമുക്ക് റിവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്കിവിടെ ആക്സിലേറ്ററും ബ്രേക്കും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ആക്സിലേറ്ററാണ്. ഇപ്പോൾ നമ്മൾ ആണി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ബിജാഗിരി യൂസ് ചെയ്താണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ജനലിൻ്റെയൊക്കെ സൈഡിലിരിക്കുന്ന ബിജാഗിരി യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇത് ബ്രേക്കാണ്, ഇത് ആക്സിലേറ്റർ. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വയർ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ്. പിന്നെ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ മൗസ് ഉപയോഗിച്ച് നമ്മളതിൻ്റെ സെൻസർ വെച്ചിട്ടാണ് നമ്മുടെ ഈ സ്റ്റിയറിംഗ് തിരിയണതിനനുസരിച്ച് ഇതിൻ്റെ ഒരു പൈപ്പ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ബ്ലാക്ക് പൈപ്പ് കറങ്ങുമ്പോഴാണ് നമ്മുടെ സ്റ്റിയറിംഗ് ലെഫ്റ്റും റൈറ്റോട്ട് തിരിയുന്നത്. അപ്പോൾ അതിൻ്റെ ആ മൗസിൻ്റെ അകത്ത് നമ്മൾ വയർ പിടിപ്പിച്ച് സോൾഡർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ആ വയറാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്. ആ മൗസിൻ്റെ അകത്ത് വരുന്ന ആ പ്ലസും മൈനസും നമ്മൾ ഈ ആക്സിലേറ്ററിലും ബ്രേക്കിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു തടി കഷ്ണത്തിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബ്രേക്ക്, പിന്നെ ഇത് ആക്സിലേറ്ററാണ്. അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ PC, നമ്മുടെ ലാപ്ടോപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു USB പോർട്ട് വെച്ച് നമ്മൾ 3 പിന്നും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. HDMIയും 2 നമ്മുടെ മൗസിൻ്റെയും നമ്മുടെ ഗിയർ മാറാനുള്ള കണക്ഷൻ. പിന്നെ നമ്മൾ ഗിയറായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ജോയിസ്റ്റിക്കാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ജോയിസ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഗിയറും കാര്യങ്ങളൊക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ജോയിസ്റ്റിക്ക്. നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല, നമ്മുടെ USB ജോയിസ്റ്റിക്കാണിത്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ PC ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ നമ്മൾ PC കൊടുത്തിട്ടില്ല. അപ്പോൾ PCക്ക് അത് കണക്ട് ചെയ്യാനുള്ള ഒരു സംഭവം വാങ്ങിക്കണം, എന്നിട്ട് വേണം നമുക്കത് കണക്ട് ചെയ്യാൻ. അപ്പോൾ പിന്നെ അതുപോലെ നമ്മുടെ ഈ സിസ്റ്റത്തിന് അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ തടി വെച്ചിട്ടുള്ള ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു ബേസൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റീരിയോ പ്ലെയറൊക്കെ ആയതുകൊണ്ട് പാട്ടൊക്കെ ഇട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ആ രീതി ചെയ്തെടുത്തതാണ്. പിന്നെ നന്നായിട്ട് നമുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ആ വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാവുന്ന രീതിയിൽ വേണം ഇരിക്കാൻ. കാലൊക്കെ കറക്റ്റായിട്ട് ആക്സിലേറ്ററിലൊക്കെ ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് നോക്കണം, കറക്റ്റായിട്ട് ഇങ്ങനെ ചവിട്ടാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ സ്പ്രിങ് ആക്ഷൻ വന്ന് ചവിട്ടിയൊക്കെ നോക്കണം. പിന്നെ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇടാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നമ്മൾ വയർ പിടിപ്പിച്ചതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് റിമ്മേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റർ ഇടാനൊക്കെ പറ്റും. അപ്പോൾ നമുക്കിവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും ഇതിൻ്റെ അകത്തോട്ട് കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ ചെറിയൊരു ഹോളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനി വയർ കണക്ഷനൊക്കെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്തൊക്കെ നോക്കുക. നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഈ പഴയ ആക്രി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തുറന്ന് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഗെയിമൊക്കെ കളിക്കാവുന്നതാണ്. ഓരോ ട്രക്ക് അതുപോലത്തെ ഗെയിമൊക്കെ നമുക്ക് സുഖമായിട്ട് കളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മുടെ വീഡിയോ വിജയിപ്പിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.